ബംഗ്ലാദേശിൽ കലുഷിതമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഹിന്ദു വംശഹത്യ അങ്ങനെ തന്നെ പറയണം. ഹിന്ദുക്കളെ തീർത്ത് കെട്ടുന്ന ഒരു രീതിയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്. യുനെസിൻ ഇപ്പോൾ ജനുവരിയിൽ ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പറയുന്നത്. അത് നടക്കാതിരിക്കാൻ വേണ്ടി യുനെസ് നടത്തുന്ന ചില തന്ത്രങ്ങളാണ് ഇതിന് പിന്നിൽ എന്നാണ് പറയുന്നത്. ഒരു ഹിന്ദുവായ യുവാവിനെ അതിക്രൂരമായി, അതായത് മരിച്ചു കിടക്കുന്ന യുവാവിന്റെ പുറത്ത് കുറെ ജിഹാദികളായ മുസ്ലിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലും ജനനേന്ദ്രിയത്തിലും വീണ്ടും വീണ്ടും ചവിട്ടുകയാണ്. എന്നിട്ട് മുഴുവൻ അത് രക്തത്തിൽ ഒലിച്ചു കിടക്കുന്നു. അതിന്റെ മുകളിൽ കയറിയിരുന്ന അല്ലാഹു അക്ബർ എന്ന് വിളിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് യുനെസ് അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ ഒന്നും അനങ്ങുന്നില്ല എന്നുള്ളതാണ്. അതായത് തിരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാനുള്ള യുനെസിന്റെ പല തന്ത്രങ്ങളും തിരിച്ചടിക്കാൻ ഒരുങ്ങി ഇന്ത്യ, ഒപ്പം റഷ്യയും ഉണ്ട്. കാരണം കരാർ അനുസരിച്ച് റഷ്യക്ക് ഇതിൽ ഇടപെടാം. ഈ റഷ്യയും ഇന്ത്യയും കൂടെ ഇറങ്ങിയാൽ ബംഗ്ലാദേശ് കാണുമോ? ഇന്ത്യയിനകത്ത് ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ട് ഇടപെട്ടിട്ടൊന്നുമില്ല. കഴിഞ്ഞ ദിവസം അജ്ഞാതന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പം അജ്ഞാത ഇന്ത്യക്കാരനല്ല എന്നുള്ള രീതിയിലുള്ള വാർത്തയാണ് വരുന്നത്. ഏതായാലും മരിച്ചത് ഇന്ത്യ വിരുദ്ധത എങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാമോ അത് നടത്തിക്കൊണ്ടിരുന്ന ആളും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളും ഒക്കെയാണ് മരിച്ചത്. ഇപ്പം ISIയുടെ നേതൃത്വത്തിലാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ കെയർ ഓഫിലാണ് അവിടെ ഈ പ്രക്ഷോഭം അല്ലെങ്കിൽ ബംഗ്ലാദേശ് കത്തിക്കുന്നതെന്നാണ് ഈ ഔദ്യോഗികമല്ലാത്ത വിവരം ലഭിക്കുന്നത്. അപ്പോൾ ഈ ഉസ്മാദി ഹാദി അങ്ങനെ കണ്ടാണ് അയാളുടെ പേര്, മരിച്ചു ഹാദി. എന്തായാലും ഒരു ഹാദിയാണ് അദ്ദേഹം. അജ്ഞാതൻ വെടിവെച്ചു വരുന്നു. അജ്ഞാതനെ പിടികൂടി ഇന്ത്യക്കാരനല്ലെന്നുള്ള ആശ്വാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ വിരുദ്ധ പറയുന്ന ഇയാളെ ഇന്ത്യ കൊന്നു എന്ന് വരുത്തി തീർത്ത് അതിനകത്തു കൂടി കൂടുതൽ ആൾക്കാരെ ഇന്ത്യക്കെതിരെ നിരത്തുന്നതിന് വേണ്ടി ISും ഒരു മറ്റേ ജമാഅത്ത് ഇസ്ലാമിയും കൂടെ തന്നെ ഇവനെ കാച്ചിയതായിരിക്കാനാണ് സാധ്യത. കാരണം ഇവനെ കൊന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രക്ഷോഭങ്ങൾ, ഇതുപോലൊരു പ്രക്ഷോഭമാണല്ലോ ഈ ഹസീനയുടെ ഇറക്കുന്നതിന് വേണ്ടി അവിടെ സാധ്യത. ഏതായാലും ഇന്ത്യക്കെതിരെ അക്രമം തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഇന്ത്യക്കെതിരെ അക്രമം തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ശരിക്കും ഇന്ത്യക്കെതിരെ ആക്രമിച്ചു അല്ലെങ്കിൽ അക്രമം നടത്തിയെന്ന് വേണം പറയാൻ. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസ് കത്തിച്ചിട്ടുണ്ട്. 3 ഡെപ്യൂട്ടി ഹൈക്കമ്മീഷൻ ഓഫീസുകൾ കത്തിച്ചിട്ടുണ്ട്. അത് ചിറ്റഗാം, റാക്ഷാഞ്ചി, കുൽഷ ഈ സ്ഥലങ്ങളിലാണ്. അപ്പം ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസ് കത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു രാജ്യത്ത് യുദ്ധമുണ്ടായാലും അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാറില്ല. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയെ ആക്രമിച്ചു എന്ന് വേണം പറയാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ പിറകിൽ നമ്മൾ എത്ര പറയുമ്പോഴും ചൈനയുണ്ട്, അമേരിക്കയുണ്ട്, പാകിസ്ഥാനുണ്ട്. അപ്പോൾ അമേരിക്കയുടെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യ ആക്രമിക്കുക. പാകിസ്ഥാനുവരുടെ അവരുടെ ഈ നമ്മൾ പറയത്തില്ല, നമ്മുടെ ഈ ഒരു ജന്മത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നതാണ് പാകിസ്ഥാനികൾ മൊത്തം ഉണ്ടാകുന്നത് തന്നെ ഇതാക്കണം. പിന്നെ ഈ സ്ഥലം കൊണ്ട് ഇന്ത്യയെ നാളെ കാലത്ത് ഏത് സമയത്തും ആക്രമിക്കാനും അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ശത്രുത, ഇപ്പം ശകലം സുഖത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിലും ശത്രുത വേണമെങ്കിൽ ഉണ്ടാവാവുന്ന രാജ്യം, അതിനുള്ള സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ചൈന ശ്രമിക്കുന്നുണ്ട്. അപ്പം ഈ പ്രദേശത്തിനകത്ത് ഇപ്പോൾ പറഞ്ഞില്ലേ റഷ്യ ഇടപെടാൻ സാധ്യത. റഷ്യയുടെ ആർലോസ് കരാറുണ്ട്. ആർലോസ് കരാറിനകത്ത് വളരെ വ്യക്തത വരുത്തി പറഞ്ഞാൽ 2 രാജ്യത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇന്ത്യക്ക് ഇന്ത്യയുടെ ആയുധങ്ങളും പട്ടാളത്തെയും വേണ്ടി വന്നാൽ ആയുധം വിന്യസിക്കാൻ പട്ടാളത്തെ അവിടെ ഇറക്കാം. അതേപോലെ തന്നെ ഇവിടെ ഒരു ആവശ്യം വന്നാൽ, പ്രത്യേകിച്ച് തീവ്രവാദി ആക്രമണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറക്കാം. ഇന്ത്യയിലെ റഷ്യൻ പട്ടാളം ഇറങ്ങാൻ റഷ്യൻ ആയുധങ്ങൾ വിന്യസിക്കാം. ഇതിനകത്ത് റഷ്യ ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. റഷ്യനകത്ത് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞാൽ റഷ്യയുടെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത് 2 റൂട്ട്, ഒന്ന് ഈ പറയുന്ന ചെന്നൈയിൽ വരുന്ന റൂട്ടും ഒന്ന് ബോംബെ വരുന്ന റൂട്ടും പറഞ്ഞതിനകത്ത് ബംഗ്ലാദേശ് കൂടെ റൂട്ട്, അതായത് അവരുടെ ഷാഡോ ഷിപ്പുകൾ യഥേഷ്ടം കടന്നു വരുന്ന ഏരിയയിലേക്കൂടെ. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ റഷ്യയുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇന്നല്ല നാളെ എന്നും. അപ്പോൾ ഇതിനകത്ത് റഷ്യ ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതൽ. റഷ്യ ഇടപെട്ടാൽ അത് ചൈനയ്ക്ക് മാറി നിൽക്കേണ്ടി വരും. ഇന്ത്യക്കകത്ത് പ്രത്യക്ഷമായിട്ട് ഇതുവരെ ഒന്നും ഇടപെട്ടിട്ട്, ഇപ്പോൾ ഈ വംശഹത്യ എന്ന് പറഞ്ഞാൽ വംശഹത്യ അവിടെ ഈ അക്രമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാന ഉദ്ദേശം വംശഹത്യ തന്നെയാണ്. അത് ജമാഅത്ത് ഇസ്ലാമിയുടെ എയിം അതാണ്. യുനെസ് എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് ചോദിച്ചാൽ യുനെസ് ആദ്യമേ തൊട്ട് യുനെസിന് ആകപ്പാടെ ഇപ്പോൾ ഉള്ള പിന്തുണ ആരുടെയും ഇല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നുമില്ല. കാരണം അയാൾ ഇലക്ഷൻ നടത്താൻ വേണ്ടി അയാൾ മാനസികമായിട്ട് ഒരുക്കത്തില്ല. ഇലക്ഷൻ നടത്തി അയാൾ ഔട്ടാവുമെന്നറിയാം. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ മാത്രമാണ്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് ഭരണം പിടിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം അത് ഒരു പക്ഷേ ഇപ്പം അവാമി ലീഗിൻ്റെ ഓഫീസുകളെല്ലാം കത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം അവിടെ ചോദിക്കാനും പറയാനും ഇവരെ നിരോധിച്ചിരിക്കുക.
അപ്പം എന്താണ് ഇതിൻ്റെ പുറകിലെന്നുള്ള കാര്യം അറിയാം. ഇതിൽ ഏതായാലും കത്തുക, നല്ല വൃത്തിയായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇതുപോലൊരു പ്രശ്നം വന്നാൽ ഈ ഒരുപക്ഷെ ജമാഅത്ത് ഇസ്ലാമില്ലേ, അവാമി ലീഗിന് അവിടെ മത്സരിക്കാൻ പ്രാപ്തമല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ നിന്നും ഈ പറയുന്ന നമ്മുടെ ഔദ്യോഗികമല്ലാത്തൊരു വ്യക്തിയാണ് പറയുന്നത് പോലെ പട്ടാളത്തിനെ ഏർപ്പെടുത്തിക്കൊണ്ട്, പട്ടാള മേധാവി ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഏർപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ജമാഅത്ത് ഇസ്ലാം ഈ ഹസീനയുടെ പാർട്ടിയെ തിരിച്ചുകൊണ്ടൊന്ന് മത്സരിപ്പിക്കാനുള്ളൊരു സാധ്യതയാണോ കാണുന്നതെന്ന് അറിയത്തില്ല. ഏതായാലും ഇന്ത്യ ഇതിനകത്ത് അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഇന്ത്യയെ ആക്രമിച്ചിരിക്കുന്നു. ഇതിൻ്റെ പുറകിൽ അതിനകത്ത് ഈ 2-3 രാജ്യങ്ങൾ കൈകടത്തിയാൽ, പ്രധാനമായിട്ടും US-ഉം പാകിസ്ഥാനും ബംഗ്ലാദേശിൻ്റെ ഭരണത്തിനകത്ത് പൂർണ്ണമായിട്ടൊരു ആധിപത്യം വരുന്നൊരവസ്ഥ വന്നാൽ, മറിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ ആധിപത്യം വരുന്നൊരവസ്ഥ വന്നാൽ റഷ്യയെ ബാധിക്കും. റഷ്യയുടെ അടിസ്ഥാനപരമായിട്ട് ബാധിക്കും. റഷ്യ അതുകൊണ്ട് ഇടപെടുന്നു. ഒരുപക്ഷെ ഇന്ത്യ പറഞ്ഞിട്ട് അങ്ങ് ഇടപെട്ടോ അല്ലെങ്കിൽ നിങ്ങളങ്ങ് വർത്തമാനം പറഞ്ഞു തുടങ്ങും ആ രീതിയാണോ എന്നും അറിയത്തില്ല. എങ്ങനെ കാണാം പക്ഷേ? അല്ല, ഇത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി നമുക്കുണ്ടാക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് വന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ, ബംഗ്ലാദേശിൽ കലാപം ഉണ്ടായി. ആ കലാപത്തെ വലിയ വിപ്ലവമായിട്ടാണ് അന്ന് നമ്മുടെ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ പോലും ചിത്രീകരിച്ചു. പിന്നീട് തിരിച്ചറിഞ്ഞ് തിരുത്തി എന്നുള്ളത് ശരിയാണ്. ആ കലാപത്തിൻ്റെ ഒരു അവശിഷ്ടമാണ് ഇപ്പോൾ വീണ്ടും അടുത്ത കലാപത്തിനുള്ള കാരണമായി മാറുന്നത്. കാരണം അതിൻ്റെ നേതാവ്, അന്ന് കലാപം നയിച്ചാലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഷെറിൻ ഉസ്മാൻ സാദ് എന്ന് പറയുന്ന ഈ കക്ഷി. ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് വേളയിൽ ആരോ അജ്ഞാതരായിട്ടുള്ള മുഖംമൂടി ധരിച്ച ആളുകൾ വെടിവെച്ചു. തലക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ അദ്ദേഹത്തെ സിംഗപ്പൂർ കൊണ്ടുപോയിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മരിച്ചുപോയി. ആ മരണം ആണ് ഇപ്പോൾ വീണ്ടും ബംഗ്ലാദേശിൽ കലാപമായി തീരുകയും ബംഗ്ലാദേശ് കത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കലാപകാരികളുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ വംശഹത്യയിലാണ്. അതായത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ കത്തിക്കുക എന്നുള്ളതാണ്. അതിൽ ഹിന്ദുക്കളുണ്ട്, സിഖുകാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അതിൻ്റെ ഒരു വാർത്തയാണ് ധന്യ ആദ്യം പറഞ്ഞത്. ഒരു ഹിന്ദുവിനെ, ചന്ദ്രദാസ് അല്ലേ, അയാളെ തല്ലിക്കൊന്നു. എന്നിട്ട് വലിയ തരത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തോട് പോലും വലിയ തരത്തിൽ അപഹാസ്യത കാണിച്ച്, ഒരിക്കലും മനുഷ്യരെന്ന നിലക്ക് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്ന കാര്യമല്ല. ഇവർക്ക് ഭ്രാന്തായിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധത കയറി. അതിൻ്റെ പിന്നിൽ പ്രശാന്ത് പറഞ്ഞ പോലെ പ്രധാനമായിട്ടും ആരാണ് പ്രവർത്തിക്കുന്നത് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി, അതേപോലെ തന്നെ തീവ്ര മുസ്ലിം സംഘങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. കാരണം ഇവരൊക്കെ കുറേ കാലമായിട്ട് ജയിലിനകത്തായിരുന്നു. അതെ. ബംഗ്ലാദേശിൻ്റെ രൂപീകരണ കാലത്ത് തന്നെ അതിനെതിരെ പ്രവർത്തിച്ചിരുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ അവരൊക്കെ കാരണം തന്നെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയായിരുന്നു. ഈ കലാപം നടന്നതിന് ശേഷം യൂനസ് അധികാരത്തിൽ വന്നപ്പോൾ അവരൊക്കെ തുറന്നു വിട്ടു. അവരൊക്കെ ഈ കലാപത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ തകർക്കാനാണ്. ഇന്ത്യ വിരുദ്ധത ഇവർക്കൊരു പ്രാന്തവില കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഹൈക്കമ്മീഷൻ ഓഫീസൊക്കെ അടിച്ചു പൊളിച്ചു, ചുട്ടിയൊക്കെ ഇടിച്ച് തകർത്തു എന്നാണ് പറഞ്ഞത്. മറ്റൊക്കെ തീ വെച്ചു. ഒരു രാഷ്ട്രത്തിനെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായിട്ടാണ് യഥാർത്ഥത്തിൽ അത് കണക്കാക്കപ്പെടാനുള്ള സാധ്യതകൾ. അപ്പം അതിൽ നമ്മൾ ഇടപെടാൻ തുടങ്ങിയാൽ അത് ബംഗ്ലാദേശിനെതിരായിട്ടുള്ള സൈന്യ നീക്കമായിട്ട് വേണമെങ്കിൽ വരാം. അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല. കാരണം നമ്മുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ കൺസെപ്റ്റ് നമ്മളുടെ ഇവിടെ രാഷ്ട്രീയ അഭയം തേടുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് തുടരുകയാണ്. ചൈനയുമായിട്ടുള്ള ബന്ധം തന്നെ തകർന്നുപോയ ദലൈലാമയെ ഇവിടെ സംരക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഇവിടെ ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കുന്ന ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കും, വിട്ടുകൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഇത് നേരിട്ട് നമ്മളെ കയറി അടിക്കാനായിട്ടുള്ള ശേഷി ബംഗ്ലാദേശിനെ ഇല്ലയെന്ന് ബംഗ്ലാദേശിനെ മാത്രമല്ല ലോകത്ത് എല്ലാവർക്കും പറയും. അവർക്കൊപ്പം പാകിസ്ഥാനുണ്ട്, തുർക്കിയുണ്ട്, പിന്നെ ഇതിനെല്ലാം ആവശ്യമായ സഹായം കൊടുക്കുന്ന അമേരിക്കയുടെ താല്പര്യമാണ്. ശരി, ആ താല്പര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അസ്വസ്ഥജനകമാണ്. ഇതിൽ ഇടപെട്ടേ പറ്റൂ. ഇടപെടാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.